നമ്മുടെ നാട്ടിൽ തന്നെ ഷഫായത്തിന്റെ വിഷയത്തിൽ 3 വിഭാഗം ആളുകളെ കാണാൻ പറ്റും. 4ാമത്തെ വിഭാഗമല്ല. 1ാമത്തെ വിഭാഗം ഷഫായത്തിനെ നിരുപാധികമായി അംഗീകരിക്കുന്ന ആൾ, നിരുപാധികമായി എല്ലാ നിലക്കും അംഗീകരിക്കുന്ന ആളുകൾ, മുത്തലഖൻ. 2ാമത്തെ വിഭാഗം ഷഫായത്തിൽ തന്നെ ചിലതിനെ വിശ്വസിക്കും, ചിലതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന വിഭാഗം. ഇതിൽ 1ാമത് പറഞ്ഞതിലാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൊക്കെ വിടുക. നമ്മുടെ നാട്ടിലെ സൂഫികളായ സമസ്തക്കാര് 1ാമത്തെ വിഭാഗത്തിൽ വിടുക. ഒരു നിരുപാധികമായി അതിനെ അംഗീകരിക്കുന്ന ആളുകളാണ് ആ വിഭാഗം ആളുകൾ. അതുകൊണ്ടാണ് ഷഫായത്തിനെ ഏത് നിലക്കും കൈകാര്യം ചെയ്യാമെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഷഫായത്തിന് അള്ളാഹു അനുവാദം കൊടുത്ത മഹാനായ വ്യക്തിയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മുടെ നാട്ടിലെ സൂഫികൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണം? അഷ്ശഫാഅത്തു ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖൻ വഹ്ലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി എന്ന മാലകളിലൂടെ, മൗലിദുകളിലൂടെ, ഗദ്യ പദ്യ സമ്മിശ്രങ്ങളിലൂടെയൊക്കെ ഈ ശിർക്കിന്റെ പ്രയോഗം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു മുസ്ലിയാരുമായി നമ്മൾ ഖണ്ഡന നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഷഫായത്ത് ചോദിക്കുമെന്ന് ബുഖാരിയിലുണ്ട് എന്നാണ്. ഏത് ഷഫായത്ത്? ഈ ഷഫായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ദുനിയാവിൽ നിന്നൊരാൾ ഷഫായത്ത് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് എവിടെ ഉണ്ട്? ബുഖാരിയിലുണ്ട് എന്നാണ്. അതിന് അദ്ദേഹം തെളിവ് ധരിച്ചതറിയോ? ഓരോ പ്രവാചകന്മാരെ അരികിലേക്ക് മനുഷ്യന്മാർ വരൂലേ, ഞങ്ങളൊന്ന് ശുപാർശക്ക് എടുക്കണമെന്ന് പറയാം. അപ്പൊ ആരും എടുക്കൂല. അവസാനം നമ്മൾ പരിഗണിക്കുന്ന ആര് മാത്രമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് നബിയോട് നിങ്ങൾക്ക് ശുപാർശ ചോദിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടുന്ന് ചോദിച്ചുകൂടാന്നാണ് മുസ്ലിയാരുടെ ഒരു ഷറഹ്. ഇവിടുന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? ഇവിടുന്ന് വിളിച്ചാൽ മുത്തനബി കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഒരാൾ ചോദിക്കുന്നത്. ആ വിശ്വാസമേ ശിർക്കാണ്. നബിയെ നാളെ ഇന്ന് ഞങ്ങളെ നീ താങ്കൾ ഷഫായത്തിന് എടുക്കണേ എന്ന് നബിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് റബ്ബിനോട് ആവശ്യപ്പെടാൻ പറയുമ്പോൾ അതിൽ ശിർക്കില്ല. കാരണം മുത്തനബി നമ്മുടെ മുമ്പിലുണ്ട് നാളെ. ഇവിടുന്ന് ചോദിക്കണവരുടെ വിശ്വാസം അതല്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് അഭൗതികമായ ഇടപെടൽ റസൂൽ നടത്തും എന്നാണ് വിശ്വാസം. അത് ശിർക്കാണ്. 2ാമത്തെ വിഭാഗം ആളുകൾ ഞാൻ പറഞ്ഞാൽ 1ാമത്തെ ഇനത്തിലാണ് നമ്മുടെ നാട്ടിലെ സൂഫികളായ സമസ്തക്കാർ വിടുക. മുത്തലഖൻ അംഗീകരിക്കുന്ന ആളുകൾ. 2ാമത്തെ വിഭാഗം ആരെയും നമ്മൾ പറഞ്ഞത്? ചിലത് അംഗീകരിക്കും, ചിലതിനെ അവിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ. അതിൽപ്പെട്ട ടീമുകളാണ് ആരെ? ഖവാരിജികൾ. ഖവാരിജികൾ ആരാന്ന് ചോദിച്ചാൽ ഒരു മുക്കിലെ പഠിതാക്കളൊക്കെ 2ാമത് ആലോചിക്കാതെ പറയണം. അള്ളാഹുവിന്റെ റസൂൽ 73 കക്ഷികളായി ഉമ്മത്ത് പിരിയെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ആദ്യം പുറത്തുപോയ വിഭാഗമാണ് ഖവാരിജികൾ. ഇസ്ലാമിൽ നിന്ന് 1ാമത് പുറത്തുപോയ വിഭാഗമാണ് ഖവാരിജികളും റാഫിളുകളും. ഈ റാഫിളുകളാണ് രൂപാന്തരപ്പെട്ട് ഷിയാക്കളായിട്ട് മാറുന്നത്. ഈ ഷിയാക്കളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന നാടാണ് ഇറാൻ. ഇറാൻ എന്ന് പറയുന്ന നാട്ടിൽ അഹ്ലുസുന്നയുടെ ഒരു പള്ളി പോലും കാണില്ല. ഇന്ന് ഈയിടെയായിട്ട് ഇപ്പടുത്ത് കൊല്ലപ്പെട്ട ഖാംനഈ എന്ന് പറയുന്ന വ്യക്തി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവൊക്കെ, ഇന്ന് അവിടെ ജീവിക്കുന്ന ഷിയ നേതാക്കന്മാരൊക്കെ ആരാണ്? 12 ഇമാമിയങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ. ഈ 12 ഇമാമിയങ്ങളെ കുറിച്ച് പോലെ വിശ്വാസം എന്താ? അവർ മഅസൂമിയങ്ങളാണെന്നാണ്. പ്രവാചകന്മാരെക്കാളും മുകളിലാണ് അവരുടെ ഈ 12 ഇമാമിയങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ 12 ഇമാമിയങ്ങളെയും അംഗീകരിക്കാത്തവർ അവരുടെ വിശ്വാസപ്രകാരം കാഫിറുകളാണ്. അപ്പൊ ഷിയാക്കളെ വാദപ്രകാരം നമ്മളാരാ? മുസ്ലിങ്ങളല്ല. എന്നാൽ അഹ്ലുസുന്നയുടെ വാദപ്രകാരം സലഫി ഉലമാക്കൾ പറഞ്ഞത് അവർ കുഫറിന്റെ ആളുകളാണ്. കുഫർ വന്ന് പുറത്തുപോയ ആളുകളാണ് ഷിയാക്കൾ. ഉസൈർ റളിയല്ലാഹുവിനെ കർബലയിൽ കൊന്നത് ഷിയാക്കളാണ്. അവരുടെ പൂർവ്വ പിതാക്കന്മാരായ ആളുകൾ കർബലയിൽ ഉസൈർ റളിയല്ലാഹുവിനെ കൊന്നതിന്റെ പേരിലാണ് മുഹറം 10 അവർ കർബലയുടെ മണ്ണിൽ ഒരുമിച്ചുകൂടി കുപ്പായമൂരിയിട്ട് ഇരുതല മൂർച്ചയുള്ള കത്തിയിൽ ചെങ്ങല കെട്ടിയിട്ട് അപ്പുറവും ഇപ്പുറവും മാറി മാറി അടിക്കണത്. പുറം പൊളിഞ്ഞ് രക്തമൊലിച്ച് ഷഹീദായി കർബലയുടെ ചുവന്ന മണ്ണിൽ വീണ് മരിച്ചാൽ ഷഹീദാണ് കൊലപാതകപ്രകാരം. എന്തിനാണ് അവർ ഇത് ചെയ്യുന്നത് ചോദിച്ചാൽ ഷിയാക്കൾ ഒക്കെ പറയും ഞങ്ങളെ പൂർവ്വ പിതാക്കൾ ഹുസൈൻ റളിയല്ലാഹുവിനെ കൊന്നതിന് പകരമാകട്ടെ ഞങ്ങളുടെ ഷഹാദത്ത് എന്നാണ് അവർ പറയുന്നത്. ഈ ഖവാരിജികൾക്ക് ശേഷം കടന്നു വന്ന ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ റാഫിദുകൾ ഉടലെടുത്തിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി മുമ്പിൽ നിന്നത് ജൂത നേതാവാണ്. ജൂതന്മാരുടെ സൃഷ്ടിയാണ് ഷിയാക്കൾ. ഷിയാക്കളുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഇസ്ലാമിന്റെ മുഖത്തെ വികൃതമാക്കുക എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുത്തെ ക്ലാസ്സിൽ, മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ജൂതന്മാരുടെ സൃഷ്ടിയാണ് ഷിയാക്കൾ. ഷിയാക്കളെ സൃഷ്ടികളാണ് സൂഫികൾ. സൂഫികളെ സൃഷ്ടികളാണ് സമസ്തക്കാർ. അഹ്ലുസുന്നയോട് ഏത് കാലത്തും വിരോധം വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഖവാരിജികളും റാഫിദുകളും ഒക്കെ. മുഅ്തസിലിയാക്കൾ പിഴച്ചുപോയ 73 വിഭാഗത്തിലൊരു വിഭാഗമാണ് അവർ. മുഅ്തസിലിയാക്കൾ നമ്മുടെ നബിനെ കുറിച്ച് പറഞ്ഞെന്താ? അവരൊക്കെ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. ഈ അറബി എന്തൊക്കെയാണ് മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്നാണ് മുഅ്തസിലി കക്ഷികൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മുത്തുനബിന് എന്താ പറഞ്ഞത്? ഈ അറബി എന്തൊക്കെയാണ് മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? സഹാബികൾ ഈമാൻ കുറഞ്ഞവരാണ്. സഹാബികൾക്ക് ഈമാൻ കുറവാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള അവസ്ഥ എന്താ? ഇങ്ങനെയൊക്കെ കുഫറിന്റെ വാദം, പ്രവാചകന്റെ ഹദീസുകളെ പാടെ നിരാകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മുഅ്തസിലിയാക്കൾ. ഇവരുടെ വാദമാണെന്ത്? ഈമാനിന്റെ, ഇസ്ലാമിന്റെ വൃത്തത്തിലുള്ള ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു. ഓല വിശ്വാസപ്രകാരം ഈമാനിന്റെ റൗണ്ടിന്റെ ഉള്ളിൽ, വിശ്വാസത്തിന്റെ ഉള്ളിലുള്ള ഒരാള് എന്തെങ്കിലും ഒരു മാസിയത്ത്, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ
അവൻ കാഫിറാണ്. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഖവാരിജികളുടെ മുഅ്തസിലിയാക്കളുടെ വാദപ്രകാരം അവർ കാഫിറുകളാണ്. അതുകൊണ്ട് തന്നെ അവൻ ആഖിറത്തിൽ നാളെ നരകത്തിന്റെ അവകാശിയാണ്. അവൻ ഇനി എന്ത് ശഫാഅത്ത് ചെയ്തിട്ടും കാര്യമില്ല, ഒരു ശുപാർശ അവൻ ആര് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ ശുപാർശയുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ആര് തള്ളി? ഖവാരിജികളും മുഅ്തസിലിയാക്കളും തള്ളിക്കളഞ്ഞു. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. ഒന്ന് മുത്തലഖൻ അംഗീകരിക്കുന്ന സൂഫികൾ, രണ്ടാമത്തത് ചിലതിനെ അംഗീകരിക്കുകയും ചിലതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം കാര്യങ്ങൾ ഞാൻ 3 വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മൂന്നാമത്തെ വിഭാഗം പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വന്ന ശഫാഅത്തുകളെ പരിപൂർണമായി സംശയലേശമെന്നെ വിശ്വസിക്കുന്ന ആളുകൾ. അതിലാണ് അഹ്ലുസുന്ന പെടുക. അതിൽ നമ്മൾ പെടാനാണ് ഷഫായത്തിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്.